സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ട്രോങ് റൂം തുറന്നിട്ടും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നടപടി സ്വീകരിക്കാത്തതെന്ന ചോദ്യം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നു. തെരഞ്ഞെടുപ്പ് ജോലികളിൽ ഏർപ്പെട്ട ജീവനക്കാരിൽ 90% ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ പ്രവർത്തകരാണെന്ന വിവരവും ഇതിനൊപ്പം പുറത്തുവരുന്നു. ഈ സാഹചര്യത്തിൽ സ്ട്രോങ് റൂം തുറന്നത് മാനുഷികമായ ഒരു പിഴവ് മാത്രമാണെന്ന നിസ്സാരമായ കണ്ടെത്തലിൽ വിശ്വസിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. അതായത് ബാലറ്റ് പെട്ടികളിൽ കൃത്രിമം നടന്നു എന്ന സംശയത്തിലാണ് കോൺഗ്രസ്. സംസ്ഥാനത്ത് UDF തരംഗമുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ബാലറ്റ് സൂക്ഷിച്ച മുറികൾ ഇഷ്ടക്കാർ തുറന്നത്. ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമ്മർദ്ദമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സ്ട്രോങ് റൂമുകളിൽ അനധികൃതമായി പ്രവേശിക്കുന്നതടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ തുടരാൻ ഇത് ഇടയാക്കുമെന്ന ആരോപണമുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങൾ അതീവ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിൽ ഉദ്യോഗസ്ഥർ കടന്നുകയറിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. കോഴിക്കോട് പേരാമ്പ്ര നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമിൽ റിട്ടേണിംഗ് ഓഫീസർ കടന്നുകയറിയെന്ന പരാതിയിലാണ് അന്വേഷണം നടക്കുന്നതായി കമ്മീഷൻ വ്യക്തമാക്കിയത്. സ്ട്രോങ് റൂമിനും സമീപത്തെ രേഖകൾ സൂക്ഷിച്ചിട്ടുള്ള അനുബന്ധ മുറികളിലും ഉദ്യോഗസ്ഥർ കടന്നുകയറിയത് ഗുരുതര പിഴവാണെന്ന് ചൂണ്ടിക്കാണിച്ച് ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദ അന്വേഷണം നടക്കുന്നത്. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള സ്ട്രോങ് റൂമുകളുടെ ചുമതല കേന്ദ്രസേനയ്ക്കാണ്. സുരക്ഷാ പാളിച്ച ഉണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇവരോടും വിശദീകരണം തേടും. തെരഞ്ഞെടുപ്പ് ജോലികളിൽ ഗുരുതര പിഴവ് വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നടപടിയെടുത്ത ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങളിൽ മാത്രം ഒരു നടപടിയുമില്ല. സ്ഥാനാർത്ഥികളുടെയോ ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിൽ ജില്ലാ കളക്ടർമാർക്കും ജില്ലാ പോലീസ് മേധാവിമാർക്കും മാത്രം കയറാൻ അനുമതിയുള്ള പ്രദേശങ്ങളിൽ റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം കടന്നു കയറിയതായി വ്യാപക പരാതികളാണ് പല സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ഇത്തരം സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതും സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പലതവണ വിലക്കിയിട്ടുണ്ട്. എന്നാൽ ഈ നിർദ്ദേശം മുഖവിലക്കെടുക്കാതെ പലയിടങ്ങളിലും കയറാൻ ശ്രമം നടന്നതായി പരാതികൾ ഉയരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതാണ്. പേരാമ്പ്രയ്ക്ക് പിന്നാലെ ഒട്ടേറെ സ്ഥലങ്ങളിൽ സ്ട്രോങ് റൂമുകൾ തുറക്കാൻ ശ്രമം നടന്നതായി പരാതികൾ ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾ തുറക്കുകയോ തുറക്കാൻ ശ്രമിക്കുകയോ ചെയ്ത സംഭവങ്ങൾ. കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, കൊയിലാണ്ടി, കുന്നമംഗലം, പേരാമ്പ്ര, ബാലുശ്ശേരി മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച കോഴിക്കോട് വെള്ളിമാടുകുന്ന് JDD സ്കൂളിലെ സ്ട്രോങ് റൂമാണ് തിങ്കളാഴ്ച രാവിലെ പോളിംഗ് ഉദ്യോഗസ്ഥർ തുറന്നത്. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ പോളിംഗ് രേഖകൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറിയാണ് തുറന്നത്. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച മുറിയല്ലെന്നാണ് റിട്ടേണിംഗ് ഓഫീസറുടെ വിശദീകരണം. എൻകോർ പോർട്ടലിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനാണ് അത്രേ റൂമിൽ പ്രവേശിച്ചത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കാറുള്ള സോഫ്റ്റ്വെയറാണ് എൻകോർ. അതേസമയം ഡെപ്യൂട്ടി കളക്ടർ നൽകുന്ന വിശദീകരണം മറ്റൊന്നാണ്. വോട്ടെടുപ്പ് ദിവസത്തെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറിയിലെ വിവരങ്ങൾ ഒത്തുനോക്കാനാണ് മുറി തുറന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വിശദീകരണത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ സംതൃപ്തരല്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കിടെ സംഭവിച്ച ഈ ഗുരുതര വീഴ്ചയ്ക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും കത്ത് നൽകിയിരിക്കുകയാണ് 6 നിയോജക മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ. മലപ്പുറത്തും പാലക്കാടും സ്ട്രോങ് റൂമുകൾ തുറക്കാനുള്ള പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ശ്രമം രാഷ്ട്രീയ പ്രവർത്തകരുടെ എതിർപ്പിനെ തുടർന്ന് നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറയായ തെരഞ്ഞെടുപ്പുകളുടെ ഓരോ ഘട്ടത്തിലും വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കേണ്ടതുണ്ട്. വോട്ട് രേഖപ്പെടുത്തുന്നത് മുതൽ എണ്ണി ഫലപ്രഖ്യാപനം നടത്തുന്നത് വരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഓരോ ഘട്ടവും സംശയരഹിതമായിരിക്കണം. ജനവിധി രേഖപ്പെടുത്തിയ വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റുന്നതോടെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായക ഘട്ടം ആരംഭിക്കുകയായി. സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യത്തിൽ സീൽ ചെയ്യുന്ന സ്ട്രോങ് റൂമുകൾ പിന്നീട് വോട്ടെണ്ണൽ ദിവസത്തിൽ മാത്രമേ തുറക്കാവൂ എന്നാണ് ചട്ടം. കടുത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ചട്ടപ്രകാരം സ്ട്രോങ് റൂമുകൾക്ക് ഏർപ്പെടുത്തുന്നത്. വോട്ടിംഗ് മെഷീനുകളിലും സ്ട്രോങ് റൂമിനും പ്രത്യേക സീലുകളാൽ മുദ്രവയ്ക്കപ്പെടും. ഡബിൾ ലോക്ക് സംവിധാനമുള്ളതായിരിക്കും സ്ട്രോങ് റൂമുകൾ. ഒന്നിന്റെ ചാവി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും മറ്റൊന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും കൈവശം വയ്ക്കും. 24 മണിക്കൂറും കേന്ദ്രസേനയുടെയും സംസ്ഥാന പോലീസിന്റെയും കാവലുണ്ടായിരിക്കും. സ്ട്രോങ് റൂമുകളുടെ പ്രവേശന കവാടവും പരിസരവും CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിലായിരിക്കും.
രാഷ്ട്രീയ കക്ഷികളുടെ ഏജന്റുമാർക്ക് സ്ട്രോങ് റൂമിന് പുറത്ത് കാവൽ നിൽക്കാൻ അനുവാദം നൽകും. ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരിക്കണം വോട്ടെണ്ണൽ ദിവസം സ്ട്രോങ് റൂം തുറക്കേണ്ടത്. വോട്ടിംഗ് മെഷീനുകളിൽ പതിച്ച മുദ്രകൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എന്ന് പരിശോധിച്ച് ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ മെഷീൻ പുറത്തെടുക്കുകയുള്ളൂ. ഇത്രയും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇടയ്ക്ക് പലപ്പോഴും വിവാദങ്ങൾ ഉയരുന്നത് ഈ സംവിധാനങ്ങളുടെ നടത്തിപ്പിലെ അപര്യാപ്തതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വോട്ടെടുപ്പിനും വോട്ടെണ്ണലിനും ഇടയിലെ ഇടവേളയിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് ഉയരുന്ന ചെറിയൊരു സംശയം പോലും തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ ബാധിക്കും. ഭരണപരമോ സാങ്കേതികമോ ആയ കാരണങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥർ സ്ട്രോങ് റൂമുകൾ തുറക്കുന്നത് രാഷ്ട്രീയ കക്ഷികളിൽ ആശങ്ക സൃഷ്ടിക്കുക സ്വാഭാവികം. വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ച് തന്നെ സംശയം നിലനിൽക്കുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിലവിലുള്ളത്. തീർത്തും സുരക്ഷിതവും കൃത്രിമത്വത്തിന് യാതൊരു സാധ്യതയുമില്ലാത്തതാണ് രാജ്യത്ത് ഉപയോഗിച്ചു വരുന്ന മെഷീനുകളെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് ആണയിടുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ സംശയങ്ങൾ പൂർണ്ണമായും നീങ്ങിയിട്ടില്ല. VVPAT എണ്ണങ്ങളെ സംബന്ധിച്ചും SIRലെ നടപടിക്രമങ്ങളെക്കുറിച്ചും തർക്കങ്ങൾ നിലനിൽക്കുന്നു. അതിനിടെ സംശയാസ്പദമായ രീതിയിലുള്ള ഉദ്യോഗസ്ഥരുടെ സ്ട്രോങ് റൂം തുറക്കൽ ജനങ്ങളുടെ സന്ദേഹം വർദ്ധിപ്പിക്കും. പുതിയ വിവാദങ്ങളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിൽ വോട്ടെണ്ണൽ ദിവസമായ മെയ് 4-ന് മുമ്പായി ഒരു കാരണവശാലും സ്ട്രോങ് റൂമുകൾ തുറക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ. സീൽ ചെയ്ത റൂം മാത്രമല്ല, തെരഞ്ഞെടുപ്പ് രേഖകൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറികളും തുറക്കരുതെന്നും ജില്ലാ പോളിംഗ് ഓഫീസർമാർക്കും ജില്ലാ കളക്ടർമാർക്കും അയച്ച ഉത്തരവിൽ പറയുന്നുണ്ട്. ഇത് ആശ്വാസകരമാണ്. എങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ട്. അതേസമയം നടന്ന സംഭവങ്ങളിൽ കമ്മീഷൻ കൃത്യമായ വിശദീകരണം നൽകുന്നില്ല. സുതാര്യതയാണ് ജനാധിപത്യത്തിന്റെയും തെരഞ്ഞെടുപ്പിന്റെയും ജീവവായു. അത് സംരക്ഷിക്കാൻ കമ്മീഷൻ സജീവ ജാഗ്രത പുലർത്തണം. ഒപ്പം രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവും. തീർത്തും സംശയരഹിതമാകട്ടെ മെയ് 4-ന് പുറത്തുവരുന്ന ജനവിധി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുന്ന മെയ് 4 വരെ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് കാവൽ നിൽക്കാൻ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഏജന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് അപേക്ഷ നൽകിയതും ഇത് സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിന്റെ ചുവട് പിടിച്ചാണ്. 2023-ൽ കമ്മീഷൻ പുറത്തിറക്കിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെന്ന് കോഴിക്കോട് നോർത്തിലെ UDF സ്ഥാനാർത്ഥി K ജയന്തിന്റെ ഇലക്ഷൻ ഏജന്റ് ജെയ്സൺ ജോസഫ് പറഞ്ഞു. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു നീക്കം. ഇത് സംബന്ധിച്ച് വാർത്ത പുറത്തു വന്നതോടെ നിയമപരമായി രാഷ്ട്രീയ കക്ഷികൾക്ക് ഇത്തരത്തിൽ നിരീക്ഷണത്തിന് ആവശ്യപ്പെടാനാകുമോ എന്ന സംശയം വിവിധ കോണുകളിൽ ഉയർന്നിരുന്നു. നിരീക്ഷിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രത, സുതാര്യത, വിശ്വാസ്യത എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വത്തിനോ ക്രമക്കേടിനോ സാധ്യതയില്ലെന്ന് ഉറപ്പാക്കുന്നതിനും സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളെ സ്ട്രോങ് റൂമുകൾ നിരീക്ഷിക്കാൻ അനുവദിക്കണമെന്ന് 2023 ജൂലൈ 18-ന് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് അയച്ച കത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയതെന്നും ജെയ്സൺ ജോസഫ് പറഞ്ഞു.